ലോകത്തെ നടുക്കിയ ഒരു ഫോൺ കോൾ ആയിരുന്നു അത്. ഇസ്രായേൽ പാലസ്തീനിൽ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കാറിനുള്ളിൽ കുടുങ്ങിപ്പോയ ഹിന്ദ് റജബ് എന്ന 6 വയസ്സുകാരി പെൺകുട്ടിയുടെ നിലവിളി. ആ നിലവിളി ഒരുപാട് നാളുകളായി നമ്മളുടെ ചെവിയിൽ മുഴങ്ങി കേട്ടുകൊണ്ടേയിരുന്നു. ആ ജീവിതത്തെ മരണത്തെയും ആസ്പദമാക്കി ട്യൂണീഷ്യൻ സംവിധായിക കൗത്തർ ബെൻ ഹനിയ ഒരുക്കിയ സിനിമയാണ് ദ വോയിസ് ഓഫ് ഹിന്ദ് റജബ്. എന്നാൽ ലോകം മൊത്തം ചർച്ചയായ ഈ സിനിമയ്ക്ക് ഇന്ത്യയിൽ പ്രദർശനാനുമതി നിഷേധിച്ചിരിക്കുകയാണ്. എന്താണ് ഇതിൻ്റെ പിന്നിലെ രാഷ്ട്രീയം? 98ാമത് ഓസ്കാർ അവാർഡിൽ ട്യൂണീഷ്യയുടെ ഔദ്യോഗിക എൻട്രിയായിരുന്നു ഈ ചിത്രം. 2024 ജനുവരിയിൽ ഗാസയിൽ വെച്ച് ഇസ്രായേൽ സൈന്യം ആ കൊച്ചു പെൺകുട്ടിയെയും അവളെ രക്ഷിക്കാൻ വന്ന പാരാമെഡിക്കൽ ജീവനക്കാരെയും കൊലപ്പെടുത്തിയ യഥാർത്ഥ സംഭവമാണ് സിനിമയുടെ ഇതിവൃത്തം. വെനീസ് ഫിലിം ഫെസ്റ്റിവലിൽ 23 മിനിറ്റോളം എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചാണ് ലോക സിനിമ ഈ ചിത്രത്തെ വരവേറ്റത്. ഹിന്ദ് റജബിൻ്റെ യഥാർത്ഥ ശബ്ദരേഖകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കൗത്തർ ഈ ഡോക്യു ഡ്രാമ ഒരുക്കിയിരിക്കുന്നത്. കാണികളെ വേട്ടയാടുന്ന ആ ശബ്ദത്തിലൂടെ ഗാസയിലെ വംശഹത്യയുടെ ഭീകരത അവർ തുറന്നുകാട്ടുന്നു. മാർച്ച് 6-ന് ഇന്ത്യയിൽ റിലീസ് ചെയ്യേണ്ടിയിരുന്ന ഈ ചിത്രത്തിന് സെൻസർ ബോർഡ് അനുമതി നിഷേധിച്ചിരിക്കുകയാണ്. ഈ ചിത്രം ഇന്ത്യയിൽ റിലീസ് ചെയ്താൽ ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളൽ വീഴുമെന്നാണ് അവരുടെ നിഗമനം. ഇതിനെതിരെ സംവിധായിക അതിരൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് പ്രതികരിച്ചിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യവും മിഡിൽ ഈസ്റ്റിലെ ഏക ജനാധിപത്യ രാജ്യവും തമ്മിലുള്ള ബന്ധം അത്രമേൽ ദുർബലമാണോ എന്നവർ ചോദിക്കുന്നു. ഒരു സിനിമയ്ക്ക് തകർക്കാൻ കഴിയുന്നതാണോ ഈ സൗഹൃദം എന്നും അവർ പരിഹസിച്ചു. സംഭവത്തിൽ പ്രതികരണവുമായി ശശി തരൂർ എം പി രംഗത്തെത്തി. ഒരു സിനിമ പ്രദർശിപ്പിക്കുന്നത് ആ രാജ്യത്തിൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ അടയാളമാണെന്നും വിദേശ രാജ്യങ്ങളുമായുള്ള ബന്ധത്തെ അത് ബാധിക്കുമെന്ന് പറയുന്നത് ബാലിശമാണെന്നും അദ്ദേഹം പറഞ്ഞു. കൊൽക്കത്ത ഫിലിം ഫെസ്റ്റിവലിൽ മാത്രമാണ് ഈ സിനിമ ഇപ്പോൾ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. IFFKയിലും IFFIയിലും പോലും കേന്ദ്രം ഈ സിനിമ പ്രദർശിപ്പിക്കുന്നത് നിഷേധിച്ചിരുന്നു. കലയും സിനിമയും സത്യങ്ങൾ വിളിച്ചു പറയാനുള്ളതാണ്. ഒരു 6 വയസ്സുകാരിയുടെ ജീവന് വേണ്ടിയുള്ള അവസാനത്തെ നിലവിളി ലോകത്തെ മുമ്പിൽ നിന്ന് എത്ര നാളത്തേക്ക് ഭരണകൂടങ്ങൾക്ക് തടയാനാകും? ദ വോയിസ് ഓഫ് ഹിന്ദ് റജബ് ഇന്ത്യയിൽ റിലീസ് ചെയ്യുമോ ഇല്ലയോ എന്നറിയാൻ നമുക്ക് കാത്തിരിക്കാം.